മൈക്രോ പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്ന ചെറിയ പ്ലാസ്റ്റിക് കണികകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും കടന്നുകയറിയിട്ടുണ്ട്. നാം ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും തുടങ്ങി നമ്മുടെ പല നിത്യോപയോഗ വസ്തുക്കളിലും നാം അറിയാതെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത മൈക്രോ നാനോ പ്ലാസ്റ്റിക് കണങ്ങളുണ്ട്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ നമ്മൾ നേരിട്ട് കാണാത്ത മറ്റൊരു മുഖമാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകളും നാനോ പ്ലാസ്റ്റിക്കുകളും. ഇപ്പോഴിതായ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഗ്ലാസ് കുപ്പികളിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഫ്രാൻസിലെ ഭക്ഷ്യസുരക്ഷാ ഏജൻസിയായ ANSES പുറത്തിറക്കിയ ഒരു പഠനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ലെമനേഡ്, ഐസ് ടീ, ബിയർ എന്നിവയുടെ ഗ്ലാസ് കുപ്പികളിൽ ലിറ്ററിന് ഏകദേശം 100 മൈക്രോ പ്ലാസ്റ്റിക് കണികൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ കണ്ടെയ്നറുകളേക്കാൾ 50 മടങ്ങ് വരെ കൂടുതലാണ്. ജേണൽ ഓഫ് ഫുഡ് കോമ്പിനേഷൻ ആൻഡ് അനാലിസിസിൽ പ്രസിദ്ധീകരിച്ച കണ്ടെത്തലുകൾ പ്രകാരം ഗ്ലാസ് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കുപ്പികളേക്കാൾ താരതമ്യേന സുരക്ഷിതമാണെന്ന് ഗവേഷകർ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഫലങ്ങൾ നേരെ മറിച്ചായിരുന്നു. ബിയർ കുപ്പികളിലാണ് ഏറ്റവും കൂടുതൽ മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ ഉണ്ടായിരുന്നത്. ലിറ്ററിന് ശരാശരി 60 കണങ്ങൾ, ലെമനേഡ് കുപ്പികളിൽ ഏകദേശം 40 കണങ്ങളും. എല്ലാത്തരം പാക്കേജിംഗ് വസ്തുക്കളിലും താരതമ്യേന കുറഞ്ഞ അളവിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തി. ഗ്ലാസ് കുപ്പികളിൽ ലിറ്ററിന് ഏകദേശം 4.5 കണികകളും പ്ലാസ്റ്റിക് കുപ്പികളിൽ 1.6 കണികകളുമാണ് കണ്ടെത്തിയത്. വൈൻ ഒഴികെയുള്ള എല്ലാ പാനീയങ്ങളിലെയും ഗ്ലാസ് പാത്രങ്ങൾ മറ്റ് പാക്കേജിങ്ങിനേക്കാൾ കൂടുതൽ മലിനീകരിക്കപ്പെട്ടതായി ഫലങ്ങൾ വ്യക്തമാക്കി. വൈൻ കുപ്പികൾ മെറ്റൽ ക്യാപ്പുകൾക്ക് പകരം കോക്ക് സ്റ്റോപ്പറുകൾ ഉപയോഗിച്ചാണ് അടച്ചിരിക്കുന്നത് എന്നതായിരുന്നു ഇതിന് കാരണം. മിക്ക കണികകളും ക്യാപ്പുകളുടെ നിറത്തിന് സമാനമായതിനാലും പുറത്തെ പെയിന്റിന്റെ ഘടന പങ്കിട്ടതിനാലും ക്യാപ്പുകളാണ് മലിനീകരണത്തിന്റെ പ്രധാന ഉറവിടമെന്ന് ഗവേഷകർ ആദ്യം സംശയിച്ചു. ഗ്ലാസുകളിൽ നിന്ന് പുറത്തു വരുന്ന കണികകൾ ഒരേ ആകൃതിയും നിറവും പോളിമർ ഘടനയിലുമുള്ളതാണെന്ന് കണ്ടെത്തി. അതിനാൽ ഗ്ലാസ് കുപ്പികൾ അടയ്ക്കുന്ന ക്യാപ്പുകൾക്ക് പുറത്തുള്ള പെയിന്റിലെ അതേ പ്ലാസ്റ്റിക് തന്നെയാണവ എന്ന് വ്യക്തമായി. 1950കളിൽ 1.5 ദശലക്ഷം ടണ്ണായിരുന്ന പ്ലാസ്റ്റിക് ഉൽപാദനം 2022 400.3 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. എന്നിരുന്നാലും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ വർദ്ധിച്ചു വരുന്ന ഉൽപാദനം കാര്യക്ഷമമല്ലാത്ത മാലിന്യ സംസ്കരണം മൂലം കരയിലും ജല ആവാസ വ്യവസ്ഥയിലും കാണപ്പെടുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനും കാരണമായി. മരിയാന ട്രെഞ്ച് മുതൽ എവറസ്റ്റ് കൊടുമുടി വരെ 5 മില്ലി താഴെ വലിപ്പമുള്ള ചെറിയ പ്ലാസ്റ്റിക് കഷണങ്ങളായ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. അവ മനുഷ്യ മസ്തിഷ്കത്തിലും പ്ലാസന്റയിലും ആഴക്കടലിലെ മത്സ്യങ്ങളുടെ വയറ്റിലും കാണപ്പെടുന്നുണ്ട്.